ആത്മസൗഖ്യയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുറേ കാലത്തെ ഹീലിംഗ് ജേർണിയിൽ ഞാൻ പരിചയപ്പെട്ട ഒരുപാട് വ്യക്തികൾ, എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഒരു വ്യക്തിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വളരെ സെൻസേഷണലായിട്ട് പോകുന്ന രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധന ക്രിയയുടെ ഫൗണ്ടറായ ആചാര്യ രാഹുൽ കാർത്തിക് ജിയാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ച് നേരം അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാം. സോ സർ, നമസ്കാരം. നമസ്കാരം. ആത്മസൗഖ്യയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. തീർച്ചയായും. രാഹുൽജി, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധന ക്രിയ? ഇതൊരു തേർഡ് ഐ മെഡിറ്റേഷൻ ആണോ, അതോ ഇതൊരു കുണ്ടലിനി ക്രിയ ആണോ, ബ്രീത്തിങ് ടെക്നിക്കാണോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനും ഉദ്ദേശിച്ചത്. ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുള്ളാവും. അത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ പ്രേക്ഷകരുടെ അടുത്തും അതിനെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാമോ? എന്താണ് രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധന ക്രിയ എന്നുള്ളത്? ശരിക്കും ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഇദ്ദേഹം ഷിബിനയുടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്പിരിച്വൽ ജേണി, ഹീലിംഗ് പ്രൊഫഷൻ അല്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒത്തിരി പ്രേക്ഷകരും, വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരും പലതരത്തിലുള്ള ഇത്തരം സ്പിരിച്വൽ പ്രാക്ടീസുകൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം, അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ നിന്ന് ഇത് എന്താ വ്യത്യസ്തം, എങ്ങനെയാണ് ഈ പറയുന്ന രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധന ക്രിയ ഈ പറയുന്ന മറ്റ് സ്പിരിച്വൽ പ്രാക്ടീസസ്, ഫോർ എക്സാമ്പിൾ തേർഡ് ഐ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ കുണ്ടലിനി മെഡിറ്റേഷൻ എന്നൊക്കെയുള്ള നിറയെ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്ത, ഇത്തരം ഒത്തിരി പരിശീലന പദ്ധതികളിൽ വളരെ വലിയ ഫീസെല്ലാം കൊടുത്ത് പങ്കെടുത്ത ഒട്ടനവധി ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ ആ മനസ്സിലാക്കിയിട്ടുള്ള, നിങ്ങൾ കണ്ട് പരിചയിച്ച ആ സ്പിരിച്വൽ പ്രാക്ടീസുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്പിരിച്വൽ പ്രാക്ടീസാണ് രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധന ക്രിയ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു സ്പിരിച്വൽ പ്രാക്ടീസ്, പൂർണ്ണമായും ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ എല്ലാ ഘടകങ്ങളെയും, എല്ലാ ഫാക്ടേഴ്സിനെയും കൃത്യമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രാക്ടീസാണിത്. നമുക്ക് കേവലം 5 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പ്രാക്ടീസ്. ഇതിലൂടെ ശരിക്കും നമുക്ക് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ കഴിയും. നമുക്ക് അസുഖങ്ങളിൽ നിന്ന്, ഫിസിക്കലി നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ കഴിയും, നമുക്കതിനെ മറികടക്കാൻ കഴിയും, ഫിസിക്കൽ ഫിറ്റ്നസ് നേടാൻ കഴിയും. അതിനോടൊപ്പം തന്നെ മൈൻഡ് റിലേറ്റഡായിട്ട്, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, അതിൻ്റെ മുകളിലേക്ക് കോസ്മിക് കോൺഷ്യസ് മൈൻഡ്, ശരിക്കും ഈ കോസ്മിക് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധന ക്രിയ പ്രാക്ടീസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിലും ഉപരി മൂന്നാമത് നമ്മുടെ സ്പിരിച്വലായിട്ടുള്ളൊരു കണക്ഷൻ. ശരിക്കും എന്താ, ഹൂ ആം ഐ, ഞാൻ ആരാണ്, വാട്ട് ഈസ് മൈ പർപ്പസ്, അതിനുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു മഹാകുണ്ടലിനി സാധന ക്രിയ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മൊഡാലിറ്റിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് മൊഡാലിറ്റികൾ, മറ്റ് പ്രാക്ടീസുകൾ കേവലം കുണ്ടലിനി അവൈക്കനിങ് എന്നൊരു കൺസെപ്റ്റൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിക്കും ഈ കുണ്ടലിനി അവൈക്കനിങ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായും ഒരു വിഡ്ഢിത്തരമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുണ്ടലിനി എന്ന് പറഞ്ഞാൽ എന്താ, ലൈഫ് ഫോഴ്സാണ് അല്ലേ. ഈ ഒരു ലൈഫ് ഫോഴ്സ് പ്രത്യേകം അവൈക്കൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഉണർത്തേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ പറയുന്ന ലൈഫ് ഫോഴ്സ് എല്ലാവരിലും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്, മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ടാണല്ലോ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ പറഞ്ഞത്, ശക്തിയില്ലെങ്കിൽ ശിവം ശവമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മെ ശിവമാക്കി നിർത്തുന്ന ആ ഒരു എനർജി, അതാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ് അല്ലേ. നമ്മുടെ പ്രാണശക്തി എന്ന് പറയുന്ന, നമ്മളുടെ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന നമ്മുടെ പ്രാണോർജ്ജം അഥവാ നമ്മുടെ ശ്വാസം അല്ലേ. ആ ശ്വാസത്തെയാണ് നമ്മൾ ഈ മഹാകുണ്ടലിനി സാധന ക്രിയയിലൂടെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത്. സ്വപ്രാണനെ നമ്മൾ സ്വയം അറിഞ്ഞ് ചലിപ്പിക്കാൻ പഠിക്കും. സ്വപ്രാണനെ എപ്പോൾ സ്വയം അറിഞ്ഞ് ചലിപ്പിക്കാൻ കഴിയുന്നോ അവനാണ് യോഗി, അവനാണ് ഈ പറയുന്ന ശിവ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന തലത്തിലേക്ക്, ആ ഒരു ശിവബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് അത്തരക്കാർക്ക് മാത്രമാണ്.
അപ്പോൾ ശരിക്കും മഹാകുണ്ടലിനി സാധനാക്രിയയുടെ കൺസെപ്റ്റ് അതാണ്. മറ്റ് കുണ്ടലിനി പ്രാക്ടീസുകൾ, തേർഡ് ഐ പ്രാക്ടീസുകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കുണ്ടലിനിയെ ഉണർത്തുകയല്ല, ആൾറെഡി ഉണർന്നിരിക്കുന്ന കുണ്ടലിനിയെ റൈറ്റ് ട്രാക്കിലൂടെ ചാനലൈസ് ചെയ്യാനാണ് നമ്മുടെ പ്രാക്ടീസ് നമ്മളെ പ്രാപ്തമാക്കുന്നത്. കേവലം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ചാനലൈസിങ് എങ്ങനെയാണെന്ന് ക്രിയയിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാനും നമുക്കത് പ്രാക്ടീസ് ചെയ്യാനും നമ്മുടെ പ്രാണശക്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും ക്രിയ നമ്മളെ പ്രാപ്തമാക്കും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ശരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫിസിക്കലായിട്ടുള്ളത്, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ളത്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഏത് കാര്യവും നമുക്ക് നമ്മുടെ പ്രാണശക്തിയിലൂടെ തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധനാക്രിയയുടെ സവിശേഷത എന്ന് പറയുന്നത്. സാർ, ഇപ്പോൾ എനിക്ക് കൂടുതലും റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിട്ടുള്ള ക്ലയൻസ് ആണ് കൂടുതലും വരുന്നത്. റിലേഷൻഷിപ്പും ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസും ഉള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. സോ നമുക്ക് ഈ ക്രിയ കൊണ്ട് രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധന ക്രിയ എന്ന് പറയുന്ന ഈ ഒരു ക്രിയ കൊണ്ട് നമുക്ക് ഇവരെ എങ്ങനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അത് അവർക്ക് എങ്ങനെ ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരിക? നല്ലൊരു ചോദ്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിറയെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നമ്മുടെ നാട്ടിലുണ്ട്. അതെ, ഞാൻ കൂടുതൽ റിലേഷൻഷിപ്സ് അതെനിക്കറിയാം. ഷിബിന കൂടുതലും കൗൺസിലിംഗ്, ആക്സസ് ബാർ അല്ലേ, റൈക്കി ഹീലിംഗ്, അതെ അതെ, മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം തന്നെ ഫിനാൻഷ്യലാണ്. ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഘടകം സ്റ്റേബിൾ ആണെങ്കിൽ ബാക്കി എല്ലാത്തിലും സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇപ്പോൾ എന്നോട് ചോദിച്ചത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനിതൊന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവൻ്റെ കച്ചവടം വിജയിപ്പിക്കുക, അതിലൂടെ അവന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അവൻ്റെ ബിസിനസ് വളർത്തുക അല്ലേ. അപ്പോൾ അതിലൂടെ അവന് ഫിനാൻഷ്യലി അവൻ സൗണ്ട് ആവുക, ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുക. ഇതാണ് ഒരു സാധാരണഗതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളിൻ്റെ എയിം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് എയിം. പക്ഷേ എല്ലാവർക്കും അത് സക്സസ് ആകുന്നില്ല. ചിലർക്ക് അവരുടെ ഈ പറയുന്ന ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തകരുന്നു, അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ എഫേർട്ട്, അതൊക്കെ ഫാക്ടേഴ്സാണ്. പക്ഷേ ഹൗ ഡസ് ദിസ് കോമൺ ഫാക്ടേഴ്സ് വർക്ക്? യെസ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് അവെയറല്ല, നമുക്ക് ഒരു ബോധമില്ല എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ശ്വാസഗതിക്കനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള അനുഭവങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശ്വാസഗതി നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള നേട്ടങ്ങൾ, നമുക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ തരണമെങ്കിൽ നമ്മുടെ ശ്വാസഗതി ഒരു പ്രത്യേക സഞ്ചാരപാതയിൽ, ഒരു പ്രത്യേക ചാനലിൽ ചലിക്കണം. അപ്പോൾ എല്ലാവരുടെയും ലൈഫ് ഫോഴ്സ് എനർജി ഒരുപോലെ അല്ല സഞ്ചരിക്കുന്നതെന്നാണ്? തീർച്ചയായും എല്ലാവരുടെയും ലൈഫ് ഫോഴ്സ് എനർജി ഒരുപോലെ ചലിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അംബാനിയും അദാനിയും യൂസഫ് അലിയും ആകണ്ടേ? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ട് ചിലർ മാത്രം ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതും ചിലർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടമാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ചാനൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ ലൈഫ് ഫോഴ്സിൻ്റെ ആ മൂവ്മെൻറ്റ് ചാനൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റും. ഇനി രണ്ടാമതൊരു ആസ്പെക്റ്റ് പറയുകയാണ്. മറ്റൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പൊളിറ്റീഷ്യൻസിനെ എടുക്കൂ. അപ്പം ഒത്തിരി പേരുണ്ട് പൊളിറ്റിക്കൽ ഫീൽഡിലും അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലുമൊക്കെ വ്യാപൃതരായിട്ട് അതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന. അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ വലിയ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ, പവറിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ അല്ലേ. അപ്പം എല്ലാവർക്കും അത് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ചിലർക്ക് മാത്രം അധികാര സ്ഥാനങ്ങളിൽ എത്താൻ പറ്റുന്നു, ഭരണാധികാരികളാകുന്നു, ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നു. കാരണം അവരുടെ ലൈഫ് ഫോഴ്സ് ചലിക്കുന്നത് പവർ ചാനലിലൂടെയാണ്. അവരുടെ ലൈഫ് ഫോഴ്സ്, അവരുടെ കുണ്ടലിനി ശക്തി, അവരുടെ ശ്വാസം ചലിക്കുന്നത് ഒരു പവർ ചാനലിലൂടെയാണ്. ആ പവർ ചാനലിലൂടെ ഇത് ചലിക്കുന്നത് കൊണ്ടാണ് അവർ ഈ പറയുന്ന വളരെ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ ടോപ്പായിട്ടുള്ള പൊസിഷൻസിൽ, പൊളിറ്റിക്കലി വലിയ പൊസിഷൻസിലേക്ക് അവരെത്തുന്നത്. എന്നാൽ ഇതിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഈ പറയുന്ന അവരുടെ ആ ചാനലൈസിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അവർ വളരെ കാലമായിട്ട് ഈ പറയുന്ന പൊളിറ്റിക്സിലും സോഷ്യൽ വർക്കിലും ഒക്കെ നിന്നിട്ടും അവർക്ക് ഒന്നും ആകാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനി തിരിച്ച് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ മറ്റ് കല, സാഹിത്യം, അതുപോലെ തന്നെ സിനിമ, ഇങ്ങനെയുള്ള സ്പോർട്സ്, ഈ ഫീൽഡിലേക്ക് പോകുമ്പോഴും കുറച്ച് പേര് വളരെയധികം ഫെയിം അതിൽ നിന്നുണ്ടാക്കുന്നു അല്ലേ. അവർ കുറച്ച് പേര് മാത്രം മോഹൻലാലാകുന്നു,
അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനാകുന്നു അല്ലേ, അല്ലെങ്കിൽ സ്പോർട്സിൽ വിരാട് കോഹ്ലി ആകുന്നു. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് പേര് അതിനകത്തേക്കൊരു ഫെയിമിലേക്ക്, സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോവുകയും എന്നാൽ ഈ ഒരു സിനിമാ ഫീൽഡിലേക്ക് പോയിട്ട് ഒന്നുമാകാൻ കഴിയാതെ പോകുന്ന എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് അത് നമുക്ക് പറയാം അവർക്ക് അഭിനയിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു അവസരങ്ങൾ ഒത്തു വന്നില്ല, ഭാഗ്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഭാഗ്യമില്ലായ്മയല്ല, ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവരുടെ ലൈഫ് ഫോഴ്സ് എനർജി ചലിക്കുന്നത് അട്രാക്റ്റീവ് ചാനലിലൂടെയാണ്. ലോകത്തെ വശീകരിക്കാൻ, അട്രാക്റ്റ് ചെയ്യാൻ അവരിലേക്ക് ലൈക്ക് എ മാഗ്നറ്റ് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ചാനലിലാണ് അവരുടെ ലൈഫ് ഫോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും എല്ലാം ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ലേ? വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കൊക്കെ ഇത്രയും ഫാൻസ് വരാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ ലൈഫ് ഫോഴ്സ് ആ ഒരു ചാനലിലേക്ക് വന്ന വി വിൽ ആൾസോ ബിക്കം സെലിബ്രിറ്റീസ്. ദ വേൾഡ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് us. ഓക്കെ, അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല പലർക്കും. അതെന്തുകൊണ്ട്? ഇനി ഇതിൽ ഈ പറയുന്ന സാമ്പത്തികമായിട്ട് ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ബിസിനസ്സുകാർ, അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ പൊളിറ്റീഷ്യൻസ്, അധികാര സ്ഥാനത്തിരിക്കുന്ന മിനിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന അവർ ബോധപൂർവം അവെയറായിക്കൊണ്ട് അവരുടെ ലൈഫ് ഫോഴ്സ് അതിലേ പോയതല്ല. അവരുടെ പ്രാക്ടീസിലൂടെ സ്വാഭാവികമായി അവരുടെ ലൈഫ് ഫോഴ്സ് ആ ചാനലിൽ എത്തി അല്ലേ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിക്കാൻ പറ്റുന്നില്ല. നമ്മളെ അവിടെ എത്തിക്കാനുള്ള ആൻസറാണ് രസരാജതന്ത്ര മഹാകുണ്ടലിനി സാധന ക്രിയ. വെറും 5 മിനിറ്റ് നമുക്ക് നീണ്ടു നിൽക്കുന്ന പ്രാക്ടീസിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ ഡിസൈഡ് ചാനൽസിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു വട്ടം കൂടി പറയാം. സ്വപ്രാണനെ സ്വയം അറിഞ്ഞ് ചലിപ്പിക്കുമ്പോൾ ശിവസ്ഥാനം കരസ്ഥമാകും. അവനാണ് യോഗി. ഇത് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല, ഇത് തന്ത്രയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. സർ, ഇത് ഹിന്ദു മിത്തോളജി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബിക്കോസ് ഇവിടെ നമ്മൾ പല ടേംസും നമ്മൾ ഹിന്ദുയിസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റുള്ള മതസ്ഥർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ അല്ലെങ്കിൽ അവർക്കത് പ്രാക്ടീസ് ചെയ്താൽ അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാവുമോ? ഇതിനെ പറ്റിയിട്ട് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ശരിക്കും ഈ പറഞ്ഞ ശിവ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഷിബിനയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ശിവ എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും നമ ശിവായ എന്ന് പറയുന്നതാണല്ലോ പഞ്ചാക്ഷരി മന്ത്രമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു പഞ്ചഭൂതാസ്. പഞ്ചഭൂതാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ, നമ്മുടെ ശ്വാസം ഓരോ നിമിഷവും ഓരോ സമയവും ഒരു പഞ്ചഭൂതവുമായിട്ട് കണക്റ്റഡാണ്. ഐദർ ഇറ്റ് മേ ബി എർത്ത് ഓർ വാട്ടർ ഓർ ഫയർ ഓർ എയർ ഓർ സ്കൈ. അത് ഭൂമിയാകാം, ജലമാകാം, അഗ്നിയാകാം, വായുവാകാം, ആകാശമാകാം. നമ്മുടെ ശരം, നമ്മുടെ ശ്വാസം ഈ പറയുന്ന ഏതെങ്കിലും ഒരു പഞ്ചഭൂതവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഈ പറയുന്ന പഞ്ചഭൂതം, അതായത് ഭൂമി ന, രണ്ടാമത് പറഞ്ഞ ജലം മ, മൂന്നാമത് പറഞ്ഞ വായു ശി, അടുത്ത് പറഞ്ഞ അഗ്നി വാ, അതിന് ആകാശം യ, നമശിവായ അല്ലേ. അപ്പോൾ ഈ പറയുന്ന രീതിയിലായ എനർജിയുടെ ഫ്ലോയാ. അപ്പോൾ നമശിവായ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, ശിവ കോൺഷ്യസ്നസ് എന്നുള്ള ഒരു യൂണിഫോമിറ്റിയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഇത് മതത്തിന് അതീതമാണ്, എല്ലാ റിലീജിയൻസിനും അതീതമാണ്. അത് ഏകദൈവമായാലും ബഹുദൈവമായാലും നമ്മുടെ ഉള്ളിലെ പ്രാണനെയാണ് മഹാകുണ്ടലിനി സാധനാ ക്രിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അതിനവിടെ കൃഷ്ണനെന്നോ ക്രിസ്തുവെന്നോ അല്ലെങ്കിൽ നബിയെന്നോ ഉള്ളൊരു വേർതിരിവില്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ പ്രാണശക്തി ഒന്നാണ്. ആ പ്രാണശക്തിയെ നമ്മൾ കൃത്യമായി ചാനലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി സക്സസ്ഫുൾ. അവിടെ മതത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു റിലീജിയസ് കസ്റ്റമിനോ അവിടെ പ്രാധാന്യമില്ല. ഓക്കെ, അപ്പോൾ ഇതും ഒരു മതത്തിൻ്റെയും കെട്ടുപാടിലോ മതത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടോ ഉള്ള കാര്യമല്ല ഈ മഹാകുണ്ടലിനി സാധനാ ക്രിയ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയായാലും, നമ്മുടെ ഇച്ഛ, നമ്മുടെ ഡിസയർ എന്ത് തന്നെയായാലും അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ടൂളാണ് കേവലം 5 മിനിറ്റ് പ്രാക്ടീസിലൂടെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഈ ക്രിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള സജഷൻസോ മറ്റ് ടെക്നിക്സോ മെത്തേഡ്സോ ഇല്ല. ഇത് പ്യുവർലി നമ്മുടെ ശരം, നമ്മുടെ ശ്വാസഗതിയെ, ദ സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്ന നമ്മുടെ ശ്വാസഗതിയെ നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ഗോളിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഈ പ്രാക്ടീസിലൂടെ എത്തിച്ചേരുന്നത്. സർ, സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണ് സയൻസ് ഓഫ് ബ്രീത്തും രസരാജതന്ത്രയും തമ്മിലുള്ളൊരു കണക്ഷൻ? എവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ? എവിടെ നിന്നാണ്? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും
നമ്മുടെ മഹാകുണ്ടലിനി സാധന ക്രിയ എന്ന് പറയുന്ന ഈ ക്രിയ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്ന ദ്രാവിഡ സംസ്കാരത്തിലെ സിദ്ധ ദ്രാവിഡ വിദ്യകളിലൊന്നിൽ നിന്നാണ്. ശരിക്കും അഗസ്ത്യമുനിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള സിദ്ധരഹസ്യങ്ങളിലൊന്നാണ് ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത്. ശരിക്കും അതായത് നമ്മുടെ പ്രാണൻ്റെ സഞ്ചാരഗതി, നമ്മുടെ ശ്വാസത്തിൻ്റെ സഞ്ചാരഗതി, അത് ഈ പ്രാണൻ്റെ സഞ്ചാരഗതി വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവെന്നും അതിനെ അമൃതകല വിഷകല സ്ഥാനങ്ങൾ എന്ന് പറയുന്നുവെന്നും ഈ പറയുന്ന പ്രാണൻ്റെ സഞ്ചാരഗതിക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്, നമുക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകുന്നതെന്നും ഈ ശരനൂൽ ശാസ്ത്രം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയൊരു ശാസ്ത്രമാണ്, പഞ്ചപക്ഷി എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. ഈ ശരനൂൽ ശാസ്ത്രത്തിൽ നിന്നാണ് ശരിക്കും ഈ പറയുന്ന ക്രിയയെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ കാലം ഈ ശരനൂൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ കുറേയേറെ സ്വന്തമാക്കിയതിന് ശേഷം ഈ ശരനൂൽ ശാസ്ത്രത്തിൽ നിന്നുള്ള അറിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാണ്ഡ രാവണ സൂത്രം എന്ന് പറയുന്ന രാവണനാൽ രചിക്കപ്പെട്ട, ശരിക്കും അദ്ദേഹം ദ്രാവിഡ സംസ്കാരത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള വലിയൊരു സ്കോളർ, വലിയൊരു പണ്ഡിതനായിരുന്നു രാവണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 10 തലകൾ പോലും അദ്ദേഹത്തിൻ്റെ വിസ്ഡം, അദ്ദേഹത്തിൻ്റെ നോളജിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃമരുത്വം, അദ്ദേഹത്തിൻ്റെ ഉടക്കൂർ ശാസ്ത്രം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം ആധികാരിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൂടിയാണ്, സിദ്ധ വൈദ്യത്തിലും മറ്റും, ചിന്താർമണി വൈദ്യത്തിലും മറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ ടെക്നിക്സുകൾ ഉൾപ്പെട്ടിട്ടുള്ള ബ്രഹ്മാണ്ഡ രാവണ സൂത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ധ്യാനമുറകളും അതുപോലെ തന്നെ ശരനൂൽ ശാസ്ത്രത്തിലെ ശരഗതിയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ക്രിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ആധുനിക കാലത്ത് നമുക്ക് ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസിന് വേണ്ടി നമുക്ക് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യാനൊന്നും ആർക്കും സമയമില്ല, ഇത്രയും തിരക്ക് പിടിച്ചൊരു ലോകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 5 മിനിറ്റിൽ താഴെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാക്ടീസ്, ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ഫ്രെയിം ചെയ്യുക എന്നുള്ള ആശയത്തിൻ്റെ ഫലമായി ഉടലെടുത്തതാണ് ഈ രസരാജതന്ത്ര മഹാകുണ്ഡലിനി സാധന ക്രിയ. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഷിബിന ചോദിച്ച സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ശരനൂൽ ശാസ്ത്രം ശരഗതി എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ശരം എന്ന് പറഞ്ഞാൽ എന്താ, ബ്രീത്താണ്. പ്രാണനെൻറും ശരമെൻറും ചരമെൻറും പരമെൻറും ശിവമെൻറും ഇവയതെല്ലാം ഈ പറയുന്ന പ്രാണശക്തിയുടെ പര്യായ പദങ്ങളായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ശ്വാസത്തെ, ഈ പറയുന്ന ശരത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതുതന്നെയാണ് ആ ശരത്തെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആകുക, ആ ശരത്തെ, ആ ശ്വാസത്തെ നമ്മൾ പഠിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ ബോധത്തിലേക്ക് വരിക എന്നുള്ളതാണ് സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രീത്തിൽ കോൺഷ്യസ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഹെൽത്തും വെൽത്തും എല്ലാ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാരണം ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ബ്രീത്ത് നിൽക്കേണ്ട ഒരു റിതമുണ്ട്. ആ റിതമാണ് ശരിക്കും ക്രിയ പഠിപ്പിക്കുന്നത്, ക്രിയയിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വെൽത്തിൻ്റെ റിതം, വെൽത്തിൻ്റെ ബ്രീത്തിൻ്റെ ഹൗ ടു അച്ചീവ് വെൽത്ത് ആൻഡ് വാട്ട്സ് ദ റിതം ഓഫ് ബ്രീത്ത് ഫോർ ദാറ്റ്, സമ്പത്ത് ആർജിച്ചെടുക്കാനുള്ള ശ്വാസഗതി എങ്ങനെയാണ്, ആ ശ്വാസഗതി എങ്ങനെ നിങ്ങൾക്ക് സ്വായത്തമാക്കാം എന്ന് നിങ്ങൾ അവെയറായിക്കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ബിക്കം റിച്ച്, നിങ്ങൾക്ക് സമ്പന്നനാകാം. മനസ്സിലായില്ലേ? ഈ ഒരു അടിസ്ഥാനം, ഈ ഒരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്താണ് സയൻസ് ഓഫ് ബ്രീത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഈ ഒരു ക്രിയ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവുന്നു, നമ്മൾ അബണ്ടൻസിലോട്ട് എത്തും എന്നാണോ സാറ് പറയുന്നത്? ഞാൻ പറഞ്ഞത്, നമ്മൾ ശരിക്കും നമ്മുടെ ബ്രീത്ത്, നമ്മുടെ ശ്വാസത്തിനെക്കുറിച്ച് നമ്മൾ അവെയറായി കഴിയുമ്പോൾ വി വിൽ ലേൺ ദ റിതം ഓഫ് വെൽത്ത്നെസ് ഓഫ് ബ്രീത്തിൻ്റെ ആ ഒരു അബണ്ടൻസിൻ്റെ ബ്രീത്തിൻ്റെ റിതം നമ്മൾ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വെൽത്ത് എന്ന് പറയുന്നത് നമ്മളിൽ സ്വാഭാവികമായി സംഭവിക്കും. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന് ആ ഒരു വെൽത്ത് ഉണ്ടാകാൻ പര്യാപ്തമായ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും.
നമ്മുടെ പ്രൊഫഷനിൽ നിന്ന്, നമ്മുടെ കരിയറിൽ നിന്ന്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഇൻകം വരേണ്ടത്, ആ മണി ബ്ലോക്കേജുകൾ മാറിയിട്ട് കൃത്യമായിട്ടും നമുക്ക് ഇൻകം, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്ത് നമുക്ക് സംഭവിക്കും. ശരിക്കും നമ്മുടെ അധ്വാന ഫലമായിട്ട് തന്നെയായിരിക്കും അത് സംഭവിക്കുന്നത്. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് ഈ ക്രിയയിലൂടെ നമ്മൾ നമ്മുടെ പ്രാണോർജ്ജത്തെ ഈ പറയുന്ന വെൽത്തിൻ്റെ ചാനലിലേക്ക് ചാനലൈസ് ചെയ്തത് കൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. അല്ലാതെ ഈ ഒരു ക്രിയ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടല്ല വെൽത്ത് ഉണ്ടാകുന്നത്. വെൽത്ത് ഉണ്ടാകുന്നത് നമ്മുടെ എഫേർട്ടിൻ്റെ ഫലമായിട്ട് തന്നെയായിരിക്കും. ആ ഒരു എഫേർട്ട് ക്ലിയർ ചെയ്യുക, ആ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക, ആ എഫേർട്ട് കൃത്യമായ രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ക്രിയയുടെ ധർമ്മം എന്ന് പറയുന്നത്. അതായത് അഷ്ടസിദ്ധികളാണ് ഉള്ളത്. അണിമാസിദ്ധി, ലഘിമാസിദ്ധി, ഗരിമാസിദ്ധി, മഹിമാസിദ്ധി, ഈശിത്വസിദ്ധി, വശിത്വസിദ്ധി തുടങ്ങി അഷ്ടസിദ്ധികളാണ് ഉള്ളത്. ഈ സിദ്ധികളിൽ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും വലിയ സിദ്ധി എന്താ? സർവാഭീഷ്ട സിദ്ധിയാണ്. അപ്പോൾ ഈ ഒരു ക്രിയ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്നത് സർവാഭീഷ്ട സിദ്ധിയാണ്. അയാളുടെ അഭീഷ്ടം, നമ്മുടെ അഭീഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇന്നെൻ്റെ അഭീഷ്ടം, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഹെൽത്തായിരിക്കും, നാളെ അത് വെൽത്തായിരിക്കും, മറ്റന്നാൾ അത് പ്രൊട്ടക്ഷനായിരിക്കും, തൊട്ട് പിറ്റേ ദിവസം ഫെയിം ആയിരിക്കും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭീഷ്ടങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു ചാലക ശക്തിയായിട്ട് നമ്മുടെ പ്രാണോർജ്ജത്തെ ക്രിയ കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ തന്നെ പ്രാണശക്തിയെ കൊണ്ടാണ് നമ്മളിതെല്ലാം നേടിയെടുക്കുന്നത്. ആ പ്രാണശക്തിയെ അതിലേക്ക് എത്തിക്കുന്ന ഒരു ടൂളാണ് നമ്മുടെ ക്രിയ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള മൊഡാലിറ്റീസൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വേറെ ആളുകളെ ഹീൽ ചെയ്യാൻ പറ്റും. സോ ഇത് പഠിക്കുന്നത് കൊണ്ട്, ഈ ഒരു ക്രിയ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റൊരാളെ ഹീൽ ചെയ്യാൻ സാധിക്കും. ലുക്ക്, എൻ്റെ അടുത്ത് വന്ന് പഠിച്ചിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതലും ഹീലേഴ്സാണ്. അത് വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലുമുള്ള പ്രാണിക് ഹീലേഴ്സ്, റൈക്കി ഹീലേഴ്സ്, ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഹീലിംഗ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നവർ നമ്മുടെ ക്രിയ അഭ്യസിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ അവർക്ക് കൃത്യമായ റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി തവണ ഇതിൻ്റെ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും സംശയ ദൂരീകരണത്തിന് വേണ്ടിയും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കൃത്യമായി തന്നെ അവർക്ക് ഈ ക്രിയ ഉപയോഗിച്ച് മറ്റൊരാളെ ഹീല് ചെയ്യാൻ സാധിക്കും, സെൽഫ് ഹീലിംഗ് സാധ്യമാണ്, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇവർ ഈ ഒരു മൊഡാലിറ്റി പ്രാക്ടീസ് ചെയ്യുകയും അതിനുശേഷം അവർ അതിന് ഡൗട്ട് ക്ലിയറൻസിനായിട്ട് നമ്മളെ വിളിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. അവരെന്ത് ചെയ്യുന്നത്, അവർ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രാക്ടീസ് വളരെ നല്ല രീതിയിൽ അവർക്ക് റിസൾട്ട് കിട്ടുന്നു എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്സംശയം പറയാൻ കഴിയും, നമുക്കിതുപയോഗിച്ച് സെൽഫ് ഹീൽ ചെയ്യാൻ സാധിക്കും, മറ്റൊരാളെയും ഹീൽ ചെയ്യാൻ സാധിക്കും. സാർ, ഈ ഹീലിംഗ് കൊണ്ട് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം നമ്മൾ ഇടപെടൽ നടത്തേണ്ട ഒരു മേഖലയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം. ഞാൻ കോവിഡിന് മുന്നേ വരെയുള്ള പീരീഡ് വളരെ സജീവമായിട്ട് ഈ പറയുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് എങ്ങനെ ചെയ്യാം, അതുപയോഗിച്ച് എങ്ങനെ അവർക്ക് അവരുടെ പ്രോബ്ലംസ്, അവരുടെ ഡിഫിക്കൽട്ടീസിനെ എങ്ങനെ അലിവിയേറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ ലഘൂകരിക്കാം എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളിൽ തന്മയ തെറാപ്പി എന്നുള്ളൊരു പേരിൽ ഞാൻ ഈ പറയുന്ന യോഗ, മെഡിറ്റേഷൻ, ശരനൂൽ ശാസ്ത്രം തുടങ്ങിയ വിദ്യകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു തെറാപ്പി ഡെവലപ്പ് ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, അതുപോലെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇതിനൊക്കെ ഈ ഡിഫിക്കൽട്ടീസിനൊക്കെ പരിഹാരമായിട്ട് നമുക്കൊരു ഹെർബൽ ഓയിൽ, നമ്മളിപ്പോൾ പാറ്റൻറ്റിങ് ഒരു പ്രോസസ്സിലാണ്. അതിൻ്റെ പാറ്റൻറ്റിങ്ങിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇതിന് മുന്നേ ഈ ഒരു മേഖലയിൽ ഇത്തരമൊരു ഓയിലിന് പാറ്റൻറ്റ് ഒരു ജപ്പാനിലുള്ള ഒരാൾ മാത്രമേ നേടിയിട്ടുള്ളൂ. അതിനുശേഷം ഫസ്റ്റ് ടൈമാണ് ഇത്തരമൊരു ഓയിൽ പാറ്റൻറ്റിങ് പൊസിഷനിലേക്ക്, പാറ്റൻറ്റിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇപ്പോൾ നിൽപ്പുണ്ട്. ആ രീതിയിൽ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ ഈ പറഞ്ഞ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഇതിലൂടെ നമുക്ക് വളരെയധികം സഹായിക്കാൻ സാധിക്കും. അത് എൻ്റെ ഒരു ജീവിത നിയോഗമായാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, ഈ കർമ്മ ഉണ്ടോ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ദോഷങ്ങൾക്ക് ഈ ക്രിയ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും
കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. സോ സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്രിയ പഠിക്കുന്നതിലൂടെ കർമ്മ റിലീസിങ് നടക്കുന്നുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ലൈഫ് ഫോഴ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള ലൈഫ് ഫോഴ്സാണ് നമ്മളെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിക്കുന്നത്. ഈ ലൈഫ് ഫോഴ്സ് കറക്റ്റ് ട്രാക്കിൽ നിന്ന് നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും നല്ലതായിരിക്കും. ഇറ്റ് വുഡ് ബി എ ഗുഡ് കർമ്മ. പക്ഷേ നമ്മളൊരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ഇൻറ്റൻഷനലി നമ്മുടെ ഇൻറ്റൻഷൻ അതെന്താ, നല്ലൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ലൈഫ് ഫോഴ്സ് ശരിയായ ട്രാക്കിലല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ട് മോശമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് എ ബാഡ് കർമ്മ. അവിടെ കർമ്മദോഷം എന്നുള്ളൊരു നിർവചനം നമ്മൾ കൊടുക്കാറുണ്ട്. ശരിക്കും ഈ കർമ്മവും കർമ്മദോഷവും ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരത്തിൽ നിന്നാണ്, നമ്മുടെ ശ്വാസത്തിൽ നിന്നാണ് കർമ്മവും കർമ്മദോഷവും ഒറിജിനേറ്റ് ചെയ്യുന്നത്. വീണ്ടും പറയുന്നു, നമ്മുടെ ശരത്തെ, നമ്മുടെ ശ്വാസത്തെ, നമ്മുടെ പ്രാണനെക്കുറിച്ച് നമ്മൾ അവെയറാവാൻ തുടങ്ങിയാൽ, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് കർമ്മദോഷങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വലിയ പൂജകളോ അല്ലെങ്കിൽ പരിഹാരക്രിയകളോ പ്രായശ്ചിത്തങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ ഉള്ളിലെ പ്രാണശക്തിയെ തന്നെ ജസ്റ്റ് നമ്മൾ അതിനെ ചാനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കർമ്മദോഷങ്ങളെ നമുക്ക് മറികടക്കാനും നല്ല കർമ്മങ്ങളിലേക്ക്, നമുക്ക് ശരിയായ റിസൾട്ട് കിട്ടുന്ന കർമ്മങ്ങളിലേക്ക് നമുക്ക് ഉറച്ചു നിന്നുകൊണ്ട് ജീവിത വിജയം നേടുവാനും സാധിക്കും. ഓവറോൾ ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ശരിക്കും നമ്മുടെ ഇപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് സാധാരണ നടന്നു വരുന്നത് അപ്പോൾ റിക്വസ്റ്റ് നമ്മൾ ഒരു 2 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഈ ക്രിയ അവരെ അഭ്യസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ശരിക്കും അവരുടെ ഉള്ളിലെ ഈ പറയുന്ന ശരത്തെ കറക്റ്റായി ചാനലൈസ് ചെയ്യുകയും, നമ്മുടെ ഉള്ളിൽ 2 തരത്തിൽ എനർജിയുണ്ട്. അത് ഫെമിനിൻ എനർജിയുണ്ട്, മാസ്കുലിൻ എനർജിയുണ്ട്. മനസ്സിലായില്ലേ? ശിവ, ശക്തി, ഇങ്ങനെ 2 രീതിയിലും എനർജീസ് ഉണ്ട്. ഈ എനർജി ബാലൻസ്ഡ് ആയിരിക്കണം. ശരിക്കും ശരവും ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് പോകുന്നത്, സൂര്യശരവും ചന്ദ്രശരവും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ ഒരു ബാലൻസിങ്, അതിന് ആ ഒരു ബാലൻസിങ് നടത്തുന്നതിനും അതിന് എനർജി സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും എനർജി സ്വീകരിച്ചുകൊണ്ട് അവരുടെ ശരത്തെ ആദ്യം കറക്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഈ ക്രിയ അഭ്യസിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ട് ഈ ക്രിയ പിന്നീട് 5 മിനിറ്റ് ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് സക്സസ് ഉണ്ടാകാൻ തക്ക രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സ് 2 ഡേ പ്രോഗ്രാംസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആത്മസൗഖ്യ ആണ് ഇതെല്ലാം കോഴ്സെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ശരിക്കും നമ്മുടെ ഈ കോഴ്സ്, നമ്മുടെ ഈ ഒരു ക്രിയ അഭ്യസിക്കുന്നതിന് ഏത് പ്രായത്തിലുള്ളവർക്കും, അതായത് ഒരു 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു കുട്ടിക്കും അഭ്യസിക്കാൻ കഴിയുന്നത്ര ലളിതമാണ് ക്രിയ. 5 മിനിറ്റ് കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ ക്രിയ നമ്മൾ അനുഷ്ഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും, അത് സമയത്തിൻ്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും, നമുക്ക് എത്ര മണിക്ക് ക്രിയ ചെയ്യണം, അത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഭക്ഷണം കഴിക്കാവോ, നോൺ വെജ് കഴിക്കാൻ പാടുണ്ടോ, നമ്മൾ എവിടെ വെച്ച് ക്രിയ ചെയ്യണം, ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഈ ക്രിയ അഭ്യസിക്കുന്നതിനില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയ അഭ്യസിക്കാം. ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവർക്കും ഏത് ഭക്ഷണ രീതി പിന്തുടരുന്നവർക്കും ഈ ക്രിയ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നന്ദി രാഹുൽജി. രസരാജതന്ത്ര മഹാകുണ്ഡലിനി സാധനക്രിയയുടെ ഒരുപാട് ഡീറ്റെയിൽസ് തന്നെ വളരെ വിശദമായിട്ടും നമുക്ക് സാറ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒരുപാട് നോളജബിൾ ആയിരുന്നു ഈ ഒരു മീറ്റിംഗ്. സോ താങ്ക് യു സോ മച്ച്. സാറിന് ഈ ഒരു മഹാകുണ്ഡലിനി സാധനക്രിയ ലോകമെമ്പാടും എത്തിക്കാൻ സാറിന് കഴിയട്ടെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ വന്നിട്ടുണ്ടാവാം, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ, 2 ദിവസത്തെ കോഴ്സാണെന്ന് സാറ് പറഞ്ഞിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്.
വീണ്ടും രാഹുൽജിയെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കണം എന്ന് എനിക്ക് പേഴ്സണലി ചോദിക്കണം എന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.